ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡേ 4 ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിന്ന് ബെഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ രാവിലെ എണീറ്റിട്ടാ, രാവിലെ തന്നെ എണീറ്റ് ഭയങ്കര തണുപ്പ്. അപ്പോൾ ശരിക്കും പിന്നെ ടെൻറ്റിൽ ഉറങ്ങിയ ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാനും സാജിയും മാത്രമേ ഇവിടെ ഉറങ്ങിയത്. ഇവിടെ ഇപ്പോൾ രാവിലെ തന്നെ കത്തിച്ചാട്ടാ. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളെ മുസല്ലം ഇവിടെ തന്നെ കിടന്നത്. അപ്പം ഞാനും നമ്മൾ മൂന്നാളും ഇവിടെ. ഗുഡ്. അങ്ങനെ ഇതെല്ലാം കത്തിച്ച് നല്ല ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ കുറേ സമയം എല്ലാവരും ഇരുന്ന് അങ്ങനെ വെളിച്ചൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളും അതുപോലത്തെ മൊത്തം കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. ശീശ ഉണ്ടല്ലേ, ശീശ നമ്മൾ വലിച്ചിട്ടല്ല. ഓക്കെ മുസല്ലാം. പിന്നെ ഇതണ്ട നല്ല ഒറിജിനലാണ് കേട്ടാ, ഷീപ്പിൻ്റെ. പിന്നെ രാജകീയ സെറ്റപ്പ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കി. ഇന്നലത്തെ ഭക്ഷണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ ഇന്നെന്താക്കിയെന്ന് പറഞ്ഞാൽ നമ്മളെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞു. ഉള്ളി, തക്കാളി, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇതാ പിന്നെ നമ്മുടെ ഫേവറേറ്റ് എഗ്ഗില്ലാണ്ടൊരു കളിയില്ല. എന്താ നീ കുടിക്കുന്നത്? ചായ? വെള്ളം, ചൂടുവെള്ളം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഭയങ്കര തണുപ്പായി തോന്നുന്നു അല്ലേ? ഉറങ്ങാനേ പറ്റിയില്ല. നമുക്ക് തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനും സാജി നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ആ ടെന്റിന്റെ അകത്തൊന്ന് ടെന്റ് ഒന്ന് കാണിക്കാം. അകത്തുള്ള ടെന്റ് ജസ്റ്റ് അതന്നെ. വെറുതെ എല്ലാം ചൂടാക്കിയത്, എല്ലാം പുഴുങ്ങിയ പോലെ ഉണ്ടായത്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. നമ്മുടെ ഷെഫ് രാവിലെ തന്നെ തുടങ്ങി. നമുക്ക് വേറെ അടുപ്പും വേണ്ട, ഒന്നും വേണ്ട അല്ലേ സാജി? ഓക്കെ. പിന്നെ ഇതുണ്ട്, ഇവരൊക്കെ ഉണ്ടോ? ഇവരുടെ പേരെന്താ പറഞ്ഞേ? സൽമ അല്ലേ? സൽമ ഇവിടെ ജസ്റ്റ് കാണാൻ വേണ്ടി വന്ന കേട്ടാ. ഹായ്. ഇവിടെ കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞേട്ടാ. ഇവിടെ കാണാൻ വേണ്ടി വന്നിട്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇവിടെ തന്നെ കൂടി. ഇപ്പം എത്ര 5 വർഷമോ 3 വർഷം അല്ലേ? 3 വർഷമായിട്ട് ഇവിടെ ഹെൽപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇവരുടെ കൂടെ തന്നെ കൂടിയിട്ടാ. അവരാണ് ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവർ ജസ്റ്റ് കാണാൻ വേണ്ടി വന്ന് 3 മാസത്തേക്ക്. എത്ര വന്നെന്ന് പറഞ്ഞേ? വളണ്ടിയറായിട്ട് വന്നതാണ് 3 മാസത്തേക്ക്. എന്നിട്ട് പിന്നെ ഇവിടെ തന്നെ അങ്ങ് ഇഷ്ടമായി. ചില ആൾക്കാർക്ക് അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ? ജർമ്മനിയിലാണല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഇത് 2 എണ്ണം കേട്ടോ, ഈ കാണുന്നതും ഇതും. പക്ഷേ ഇവിടെ ഇവർ 3 ആൾ എവിടെ കിടന്നത്? ഷാനി ഇവിടെ തന്നെ ഉണ്ടെന്നല്ല. ഇല്ല, എല്ലാവരും എനിക്ക് പോയി. ഇതാണ് ടെൻറ്റിൻ്റെ സെറ്റപ്പ് ഇടാ. ശരിക്കും മനസ്സിലാകുന്നുണ്ടോ? ഇതാ ഇങ്ങനെയുള്ളത്. അതുപോലെ ഇതും അങ്ങനെയുള്ള ഒരു സംഭവം തന്നെ. ഷാനിയുടെ ഉറങ്ങുന്നുണ്ടോ എനിക്ക് കയറും. ഷാനി ഉറങ്ങുന്നിട്ടാ. നല്ല ഉറക്കാം. എണീറ്റാ? ഓക്കെ. ഇവിടെ കുറേ സ്കെൽട്ടൺസ്. ഇതേതാ ജീവി? പല്ലെല്ലാം കണ്ടിട്ട് ഏതോ ഉരകവർഗം തോന്നുന്നു. പല ജീവികളുടെ എന്തൊക്കെയോ പാർട്സാന്നൊക്കെ കാണുന്നുട്ടാ. എന്തിൻ്റെ നമ്മ ഒട്ടകത്തിൻ്റെ ആയിരിക്കും. അല്ല, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഓക്കെ, നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ ചെയ്തിട്ട്. ഇവിടെ സോളാറിലാണ് കേട്ടോ പവർ വരുന്നത്. അതുപോലെ ഹീറ്ററും സോളാറിൽ തന്നെയാണ്. വെള്ളി ഒരു ടാങ്കറിൽ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടാ. ഇന്ന് നമുക്ക് ഇവിടുന്ന് ഒരു പാത്രമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി. ഇന്നെന്താ ഉണ്ടാക്കുന്നത് സാജി? എഗ് ബുർജി വിത്ത് മിക്സ്ഡ് സ്പൈസസ്. ഓക്കെ, എഗ് ബുർജി വിട്ട് ഒരു കളിയുമില്ല. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ നോർമലി എല്ലാ ദിവസവും കാണിക്കുന്നതല്ലേ. അപ്പോൾ ഇനി നമ്മൾ പുറത്തിറങ്ങി പോയിട്ടുള്ള വെറൈറ്റി എന്തെങ്കിലും കാണിക്കാം അല്ലേ സാജി? ടെൻറ്റെല്ലാം കാണിച്ചു, എല്ലാം കാണിച്ചു. ഓക്കെ.
അപ്പോൾ നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സൽമാൻ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഭയങ്കര ഒരു ലോൺലിനെസ് എല്ലാം ഫീൽ ചെയ്യുന്നല്ലേ സാജി? അപ്പോൾ സാജി ഇങ്ങനെ സൽമാനെ പാട്ടെല്ലാം പാടിയിട്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ആദ്യം വന്ന പാടെ അങ്ങനെ വലിയ ചിരിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലേ. പക്ഷേ ഇന്ന് ഇപ്പോൾ സാജി 2 പാട്ടെല്ലാം പാടിയപ്പോൾ എൻ്റെ പൊന്നോ അത് സന്തോഷം കാണണ്ടന്നെ. നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കി നോക്കാം, ചിരിയെല്ലാം പുറത്തേക്ക് വരും. അർത്ഥം പറഞ്ഞു കൊടുക്ക്, അർത്ഥം പറഞ്ഞു കൊടുക്ക്, അർത്ഥം പറഞ്ഞു കൊടുക്ക്. Selma, Selma, you are a moon. This is the meaning of the songs. You are happy? You are really happy? Yes. Happy? Yes. Happy? How much you happy? Yes. Huh? Tell me 2 words. Tell me 2 words we came here about us. പാവത്തിന്റെ കണ്ണെല്ലാം നിറഞ്ഞിട്ടാ. Tell 2 words about us. You are happy from yesterday? Yes, I'm happy. Yes. Really? Really happy? Sure? Yes. You're really happy? ഒരാളെ സന്തോഷിപ്പിക്കാന്ന്, ഒരാളെ ചിരിക്കാത്ത ഒരാളെ ചിരിപ്പിക്കാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, വലിയൊരു കാര്യം കേട്ടോ. വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ കാര്യം. ഇത് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്തിട്ടാ. ഇവർ വന്നപ്പോൾ നമുക്ക് ഇവിടെ എന്തോ ഒരു എത്തിപ്പെട്ട പോലത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നു. അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ എന്തായാലും സാജി നീ പൊളിയാടാ. ജർമ്മനി, അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ സൽമ, bye. Thank you. Thank you. Thank you for the nice hospitality. You're welcome. അപ്പോൾ നമുക്ക് പോവാം. നമ്മളെല്ലാവരും ഫ്രഷായി കുളിച്ച് ഇതേ ഡ്രസ്സ് തന്നെ പിന്നെ എടുത്തിട്ട് വേറെ ഒന്നും നമ്മൾ കരുതിയിട്ടില്ല. നമ്മളിനി മുസല്ലമിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പിന്നെ സൽമാൻ്റെ കഥ പറഞ്ഞിട്ടില്ലേ? സൽമാൻ്റെ കഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ വലിയൊരു ട്രാജഡി ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ്. അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ എന്തോ മറക്കാനാവാത്ത സംഭവം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ മുസല്ലം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ഇവിടെ വന്നിട്ട് ചിരിക്കുന്ന കണ്ടിട്ടില്ല, ഇന്നാ ചിരിക്കുന്ന കണ്ടിരുന്നു. അപ്പോൾ എന്താ ട്രാജഡി ഇതുവരെ ഇവരോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഇവിടെയാണ് അവർക്ക് സമാധാനം കിട്ടിയത്. അവരുടെ പെട്ടുപോയതല്ല കേട്ടാ, അവർക്ക് ഇവിടെ സമാധാനമായിട്ട് പല സ്ഥലത്തും സഞ്ചരിച്ചിട്ട് അവർക്ക് ഇവിടെ സമാധാനം കിട്ടിയത് കൊണ്ട് അവരിവിടെ ചൂടായാലും തണുപ്പായാലും എല്ലാം ഇവിടെ തന്നെ താമസം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു അല്ലേ? ഇന്ത്യയിലേക്ക് ക്ഷണിച്ചപ്പോൾ പറഞ്ഞ് പച്ചപ്പ് ഇഷ്ടമല്ല, പച്ചയിലേക്ക് വരില്ല. അപ്പോൾ പച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു സംഭവം ജീവിതത്തിൽ സംഭവിച്ചതാണ്. എന്തായാലും സാജി അവരെ ഭയങ്കര ഇന്ന് ഇത്രയും ഒരു 2.5 വർഷത്തിനിടയ്ക്ക് 3 വർഷത്തിനിടയ്ക്കല്ല 3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇന്നാണ് പുള്ളി ചിരിച്ചതെന്ന് ഇവിടെ ഉള്ള ആളുവരെ പറഞ്ഞ്. അപ്പോൾ സാജി നീ പൊളിയാടാ, പൊളി മുത്ത്. അല്ല അതിൻ്റെ അകത്ത് ഒരാളെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അതും ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കാന്ന് പറയുന്നത് ചെറിയ ചില്ലറ കാര്യമൊന്നുമില്ല. ഓക്കെ, അത് തന്നെ, അത് സാജിക്ക് പറ്റുമോ? സാജി എന്തായാലും സകലകല വല്ലവനാണ്. 200 വയസ്സ് 200 വയസ്സ് കുറയൂല, കൂടിയാലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോവല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ സൽമാന്റെ കാര്യത്തിൽ പറഞ്ഞ ചെറിയൊരു സംഭവം തിരുത്തിയതാണ് കേട്ടോ. എത്തിപ്പെട്ടതല്ല, പെട്ടുപോയതെന്നല്ല, അവർക്ക് ഇവിടെ സമാധാനം കണ്ടെത്തിയിട്ട് ഇവിടെ ജീവിക്കുന്ന കേട്ടോ. ബൈ ഓക്കെ, അവരാണ് കാര്യമായിട്ട് ബൈ ബൈ. ഒരാളെ കാണുന്നില്ല, ഷാനി അകത്ത് കയറിയിരുന്നു നമ്മുടെ മുസല്ലമിന്റെ കൂടെ. അപ്പൊ നമ്മള് ഇന്ന് അടുത്ത സ്ഥലം ഏതാ? നമ്മളെ പെട്രയിലൊക്കെ നമ്മള് പോകുന്നത്. പെട്ര കുറെ കിലോമീറ്റർ ഉണ്ടാ, 200 കിലോമീറ്റർ. അതിൽ നമുക്ക് സിമ്പിൾ അല്ലേ? വാദ്യറാമിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ പോയാണ്. അപ്പോൾ നമ്മളിതാ പിന്നെ മുസല്ലമിന്റെ വീട്ടിൽ നിന്ന് വണ്ടിയെല്ലാം എടുത്ത് നമ്മൾ പോക്കായി. അപ്പോൾ നമ്മൾ ടോട്ടൽ എക്സ്പെൻസ് എത്ര ആയിരുന്നു അറിയോ? നമ്മൾ ഇന്നലെ വന്ന് കറങ്ങിയതും ഇന്നലെ റൂമിൽ താമസിച്ചതും ക്യാമ്പിംഗ് എല്ലാം കൂടിയിട്ട്, റൂമിൽ താമസിച്ചതല്ല ക്യാമ്പിങ്ങും നമ്മൾ ഇന്നലെ ജീപ്പിൽ കറങ്ങിയില്ലേ മൂപ്പരുടെ കൂടെ മൊത്തം കറങ്ങിയത് നമ്മൾ എല്ലായിടത്തും കാണിച്ചതെല്ലാം അടക്കം 215 ദിനാറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ ഏകദേശം എത്ര പൈസയായി?
ഏകദേശം ഒരു 26,000 രൂപ ടോട്ടലി. എന്തായാലും നൈസായിരുന്നു മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. വാ. അതേപോലെ മുസല്ലമിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കട്ടെ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മുസല്ലമിനെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം. നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്, അതുപോലെ നല്ല ഡ്രൈവിംഗ് ആണ്, ഒന്നും കുഴപ്പമില്ല. ചിലപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ കിട്ടൂല. എന്ന് പറഞ്ഞാൽ ഇവർ ഡെസേർട്ടിലാണെങ്കിൽ അവിടെ റേഞ്ച് ഉണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ പെട്രയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതുവരെ കണ്ട മലനിരകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു മലനിര. സാജിദ് അവൻ്റെ വർക്ക് തുടങ്ങി. പിന്നെന്താ പറഞ്ഞാൽ വർക്ക് തുടങ്ങിയെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ. പിന്നെ പെട്രോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. എല്ലാ സംഭവവും ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിതാ പെട്രോയിൽ എത്തിയിട്ടാ. പ്രത്യേക സ്റ്റൈലിട്ടാ. അങ്ങനെ നമ്മളിതാ പെട്രയിൽ എത്തിയിട്ടാ. ഹലോ പെട്ര എന്ന് പറഞ്ഞിട്ട് ബോർഡെല്ലാം വെച്ചിട്ട് നമുക്ക് അവിടെ നിന്നൊരു സെൽഫിയെല്ലാം എടുക്കാം. പെട്ര എന്താ സംഭവം മനസ്സിലായോ? ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ് പെട്ര. നമ്മുടെ താജ്മഹലെല്ലാം പോലെ. പെട്ര എന്ന് പറഞ്ഞാൽ റോക്ക് എന്നർത്ഥം. നമുക്ക് എന്തായാലും കയറിയിട്ട് കാണാം. പെട്രൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ലോകാത്ഭുതം നമുക്കൊന്ന് കാണണ്ടേ? ഒന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, പെട്ര എടുത്ത് ഏറ്റവും ഓൾഡസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും പഴയ സിറ്റി. അതിൻ്റെ മേൽഭാഗമൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, കോളനിയായിട്ട്. അപ്പം ബാക്കി നമുക്ക് കയറി നോക്കിയിട്ട് പറയാം. കുറേ നടക്കാനുണ്ട്. 4 കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ നമുക്ക് ഏതായാലും നടക്കാം. ഓ, കുതിര വന്നടാ. പോയി. ഓക്കെ, സെൽഫി എടുക്കട്ടെ. ഞാനിതാ പെട്രയിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹോസ്റ്റ് ടേബിളും ഹോസിൻ്റെ മേലിൽ നമുക്ക് അവിടത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ നമ്മളെല്ലാവരും നടക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ നടന്നു പോവാം. കുതിരകളൊന്നും നമ്മളവിടുത്തെ അത്ര സൈസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നോർമൽ ഹോസ്, നല്ലൊരു കാത്തിയവാരി. ഏത് നമ്മളിതാ നടന്നുകൊണ്ട് പോയി എന്നിട്ടാ. ഇതാ എല്ലാവരും നടന്മാർ മൊത്തതാ. ഓ, ഏത് ലുക്കിടാ. ഷാനിത ബാക്കിൽ നിന്ന് സ്റ്റൈലാക്കുന്ന പക്ഷെ കാണുന്നില്ല. ഒന്ന് നേർക്കാണെന്ന്. അപ്പോൾ നമ്മൾ പിന്നെ ടോട്ടൽ 4 കിലോമീറ്ററാണ് നടക്കാനുള്ളത്. 2 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോകാണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവർ വണ്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 25 ദിനാർ അല്ലേ? ഒരാൾക്ക് 25 ദിനാർ എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 3000 രൂപ ഒരാൾക്ക് നിൽക്കും. ജസ്റ്റ് 2 കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ട് ആ 3000 കൊടുക്കണ്ടല്ലോ. നമ്മളെല്ലാവരും കൂടി ആകുമ്പോൾ നല്ല ഒരു എമൗണ്ട് ആയില്ലേ? അപ്പോൾ നമ്മൾ നടന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരത്തെ കാലത്ത് എത്തിയതുകൊണ്ട് നടക്കൽ തന്നെയാണ് ഒന്നുകൂടി നല്ലത്. ഈ ഇൻഫർമേഷനെല്ലാം പറയുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്ന രസം തന്നെ. അടിപൊളി. അതേപോലെ നമ്മുടെ മുന്നിലേ ഒരു പൂച്ച പോകുന്നുണ്ട് കേട്ടോ. പൂച്ചൻ്റെ ഷേപ്പ് തന്നെ നോക്കിയേ, ഏതാ ഒരു രസം. കരിമ്പൂച്ച എന്നെല്ലാം പറഞ്ഞാൽ ഒറിജിനൽ കരിമ്പൂച്ച. ഓ ആ ജാസി, നീ ഒരു പെറ്റ പറയാടാ. കുറിച്ച് എങ്ങോട്ടാ ഞാൻ സെറ്റേക്കടാ. Hey, good baby. Good boy. നല്ല ഭയങ്കര ഷേപ്പ് ഇട്ടാ ബോഡി. പോയിക്കോട്ടെ, പൊളി സാധനം അല്ലേ? അടുത്തേക്ക് പോകുന്ന പോക്കിലാണ് നമ്മൾ പിടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരിടയിൽ വീട്ടിൽ പോകാൻ തുടങ്ങിയേ. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതുപോലത്തെ വേറൊരു ഗ്യാപ്പൊക്കെ കാണിച്ചിട്ടുണ്ടായിട്ടേ. ഇവിടെ എന്താ അറിയോ, നല്ല തണുപ്പ്, വെയിലും ഉണ്ട് തണുപ്പും ഉണ്ട്. ഈ പാറകളിലും കാണുമ്പോൾ ഓരോ എന്തൊക്കെയോ ഷേപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓരോന്നും കുരങ്ങിനെ പോലെയും ഇതിനെ പോലെ എന്തെല്ലോ ഷേപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലത്ത് നടക്കുമ്പോൾ ഓരോ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. എന്ത് രസം.
ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ. നമ്മൾ ബാക്കിയുള്ള ടീമിൽ ഫോട്ടോയിൽ എടുത്തെടുത്ത് മെല്ലനെ വരുന്നത്, നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ട് വന്നത്. ആകാംക്ഷ. അതിനടുത്ത് ഗുഹ, അതാ അതുപോലത്തെ വേറൊരു വഴി. എന്ത് സാജെന്ന് പറഞ്ഞേ? എന്തോ ഭാഗ്യത്തില് കെട്ടിവെച്ച ഷമീമിന്റെ തലക്ക് വീണിട്ടുണ്ടാവും. കെട്ടി വെച്ചാന്നല്ലേ? കെട്ടിയതാണ്, കമ്പ്യൂട്ടർ കെട്ടിയത്. ആ അവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് കാലക്കേടിന് ഇന്നായിരിക്കും പൊട്ടി വരും സാജി. പക്ഷെ ഇവിടെ പ്രത്യേക കളറല്ലേ? വീഡിയോയിൽ നമുക്ക് അത്ര ഇതായിട്ട് കിട്ടുന്നില്ല കേട്ടാ. പക്ഷെ കളർ ഒരു രക്ഷയില്ല, ഭയങ്കര രസം. സാജിതാ ഒരു പാർലമെന്റിലും കയറിണ്ട്. സാജി നീ അന്ന് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ പച്ചപ്പല്ലും ഉണ്ട് കേട്ടാ. ഒരു നീല കളറ് ചെടിയോ. എൻ്റെ മോനെ നടന്ന് ഇതേപോലത്തെ എന്തെല്ലോ സംഭവങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടാ. ഒരു രക്ഷയില്ല. അതിന് നമ്മൾ വലിയ ഗുഹാന്തരങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ മിനി പെട്രയിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. മിനി പെട്ര, ഇതിൻ്റെ പെട്രൻ്റെ ചെറുത്, ലിറ്റിൽ പെട്ര അല്ലേ. ഒരു പൂച്ച ഇങ്ങനെ പോലെ. പൂച്ചൻ്റെ ഒരു വേറെ ഷേപ്പ് കേട്ടോ, നമ്മുടെ നാട്ടിലെ പൂച്ചനെ പോലെയല്ല, കണ്ട ഒരു ഉരുണ്ട ടൈപ്പ്. ഒട്ടഹ. അപ്പോൾ നമ്മളിനി വലിയ പെട്രയിലൊക്കെ പോകാൻ വേണ്ടി പോകുന്നേ. ഇതിൻ്റെ മൊത്തത്തിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാ. എടാ നമ്മൾ 2 കിലോമീറ്റർ നടന്നല്ലേ? ഓ, അപ്പോൾ ഇനി അടുത്ത പെട്രയിൽ കാണാം. ഓക്കെ, ഇനി ഇങ്ങനെ പോയി വന്നിട്ടാ. നടന്ന് പക്ഷെ ഒരു തളർച്ച ഫീൽ ചെയ്യുന്നില്ലല്ലോ എത്ര നടന്നിട്ടും. നല്ല ക്ലൈമറ്റ്. ഇതിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ജീവികളുണ്ട്, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടാ? പൂച്ച എല്ലായിടത്തും ഉണ്ട്. അടുത്ത ഒരു തിയേറ്റർ പോലത്തെ സംഭവം കണ്ടിനി, അതിൻ്റെ അടുത്ത് എത്തിയിട്ടാ. നോക്കിയിട്ട് ഒരു കഴുതി ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാ. കഴുതിനെയും കൊണ്ട് ഇങ്ങനെ ആളിറങ്ങി വരുന്നു. ഇതാ ഇങ്ങനെ അടിപൊളി. അവിടെ ഒരു തിയേറ്റർ പോലത്തെ സംഭവം ഉണ്ട്, അത് കാണാനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേ. അതാ സീറ്റിംഗ് ഒക്കെ കണ്ടാ, റൗണ്ടായിട്ടുള്ള അതിൻ്റെ അകത്ത് പോയിട്ട് കാണാം. അപ്പോൾ ആ തിയേറ്ററിൻ്റെ മുന്നിലെത്തിയിട്ട് ഇപ്പോൾ ലെയറായിട്ട് കാണുന്നുണ്ടോ സീറ്റ് ഇങ്ങനെ കാണുന്നത്? ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയേട്ടാ, മനസ്സിലാകുന്നുണ്ടതാ? ഇതെല്ലാം സീറ്റിംഗ് ആണ്, ഓരോ സീറ്റാണ് നീ കാണുന്നത്, പടവുകളായിട്ട്. അങ്ങനെ എത്ര എണ്ണം നോക്കിയേ. സാജിദ് എത്ര ആക്കി ഇരിക്കാൻ കഴിയൂ? എത്ര ആക്കി ഇരിക്കാൻ കഴിയൂ? സാജിദ് എത്ര ആക്കി ഇരിക്കാം? 5000. സിമ്പിൾ, എല്ലാത്തിനും ഉത്തരവുണ്ട്. സാജി നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടാ. സംഭവം ഈ 2 തൂണിൻ്റെ അടിയിൽ സ്ക്രീനും ആ മേലെ പണ്ട് പെട്ടിയല്ലേ, ആ പെട്ടി അതിൻ്റെ അകത്ത് വെച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ പ്ലേ ചെയ്യുന്നുട്ടാ. അങ്ങനെയാണ് നമ്മളെ സാജി നമുക്ക് പറഞ്ഞത്. വലിയ ഏട്ടനൊന്നുമില്ല എന്നൊരു സിനിമ ഉണ്ടായി. അയ്യോ, ഇതിന്റെ മേലെ കയറാൻ പറ്റുന്നല്ല രമേ? ഓക്കെ, ആ മേലെ ഉണ്ടല്ലേ, കയറി നോക്കാം. നടന്ന് വരുമ്പോ അവിടെ സംഭവം കേട്ടാ, ഞാൻ ജസ്റ്റ് പെയിന്റ് ചെയ്തതല്ല കേട്ടാ. ഇവിടെ ഒന്നും പിന്നെ പെയിന്റ് ഒന്നും ചെയ്യൂലല്ലോ. നോക്കിയേ എന്താ കളർ നോക്കിയേ, ഇവിടെ എല്ലാം അതേപോലെ തന്നെ കളറാണ് കേട്ടാ. അത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത പോലെ ആക്കിയെന്ന് തോന്നുന്നു. വരച്ച് വൃത്തിയാക്കിയ പോലെ ഉണ്ട് കാണുമ്പോൾ. പൊള്ളിയല്ലേ? നമുക്കിങ്ങനെ പോവാം. ഇനി 1 മണിക്കൂർ നടക്കാനുണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട്. ഒരേപോലെ കുറേ സ്ഥലം നടന്ന് ഉച്ചക്ക് എത്തിയാണ് ഇവിടെ. തള്ളു തുടങ്ങി. എന്താ പുട്ടുണ്ടാക്കി
താജ് എന്തായാലും നമ്മുടെ അടുത്ത് ഒരു നോളജുള്ള മനുഷ്യൻ തന്നെ കേട്ടോ. Kannada holders is in the തന്നെ മോനെ തളർന്നെല്ലാരും. നമ്മളിപ്പോൾ ഏകദേശം 800 സ്റ്റെപ്പോളം കയറി. അതിന് 100 സ്റ്റെപ്പോളം കയറാനുണ്ട്. ഏകദേശം 900-950 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അയ്യവാ ഏതാ ഡോഗ്? എന്താ രസം നോക്കിയേ. ഹലോ ഹലോ ഹായ് ബ്രോ, can I touch? Oh, yeah, please. Yes. Not mine. Get the sense in. ഗുഡ് ബോയ്. ഇവരുടെ കൂടെ വന്നാട്ടാ. ഞാൻ എൻ്റെ കൂടെ വരുമോ? ഞാൻ എൻ്റെ കൂടെ വരുമെന്ന് തോന്നട്ടാ. ബാക്കിൽ നിന്നെല്ലാം കാണുമ്പോൾ സിംബൻ്റെ ഒരു ലുക്ക് ഉണ്ട്. നമുക്ക് സിംബാന്ന് പേരിടാം. ഒരുമിച്ച് കൂട്ടാം. സിംബ കമോൺ ബേബി വാ, ഗുഡ് ബോയ് വാ. ഞാനും ഡോഗിൻ്റെ അടുത്ത് കുറച്ച് സമയം നിന്ന്. എല്ലാവരും മേലെ എവിടെ എത്തിയിട്ടാ. അവനങ്ങോട്ട് പോയി. ഒരാളെന്തോ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്ത് അവനങ്ങോട്ട് പോയി. കണ്ടാ വാ വാ. What a beautiful place. ഓ ഇവിടെ ഇരുന്നിട്ടുണ്ട്. തളർന്നാ സജി. ഇവിടെ ടൂറിസ്റ്റുകൾ ഇപ്പം ഭയങ്കര കുറവാന്ന് കേട്ടോ. അതെല്ലാം അടച്ചിട്ടിരിക്കുന്നത്. ഒരിക്കലും മൊത്തത്തിൽ ബിസിനസ് ഭയങ്കര കുറവാന്ന് പറഞ്ഞേ. അല്ല, അഞ്ചരായതുകൊണ്ട് മാത്രമല്ല, ആൾക്കാർ കുറവാണ്. ഇപ്പം ഇവിടെ വാറിൻ്റെ എല്ലാം പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ടോ. ഓക്കെ വാ സാജി, കമോൺ ബേബി. ഹറക് ഹറക്കിനോട് എന്താണ്? അങ്ങനെ നമ്മൾ ഇതാ ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുത കാണാൻ പോകുന്നു. ഇത് കാണാനാണ് നമ്മൾ ഇത്രയും ദൂരം നടന്ന് കയറിയത് കേട്ടോ. എന്നാലും പണ്ടുള്ള ആൾക്കാർ ഇവിടെയും വന്നിട്ട് ഇതിങ്ങനെ കൊത്തി ഉണ്ടാക്കിയില്ലേ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലട്ടാ. അടിപൊളി. അതിന് മുന്നിൽ എന്നാലേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ രാജ്യഭരണം അവസാനിച്ചില്ലെങ്കിൽ ആടെ എന്തെങ്കിലും ഉണ്ടാക്കി രാജാവും. കണ്ട. പക്ഷെ നമ്മുടെ താജ്മഹലിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നുമല്ല. എന്നാലും ഇതിൻ്റെ പണിയാന്ന് പറഞ്ഞാൽ ഇത് പാറയിൽ തന്നെ ഇവിടെ ഉണ്ടായ സ്ഥലത്ത് തന്നെ കൊത്തിയെടുത്ത സംഭവമല്ലേ, കൊത്തി ഉണ്ടാക്കിയതല്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും ഇതിനുണ്ട്. ഓക്കേ എൻ്റെ മോനെ, ഇവിടെയെല്ലാം കയറിയിട്ട് നോക്കട്ടെ. ഇവിടെയെല്ലാം കയറിയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഓ, സൂം ഔട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഇത് വലുപ്പം മനസ്സിലാകുന്നേ. ഇതാ ജാസിയിൽ നിൽക്കുന്നുണ്ടാ. അപ്പോൾ ഏകദേശം സൈസ് മനസ്സിലായില്ലേ. അതാ ജാസി നിൽക്കുമ്പോൾ ആ സ്റ്റെപ്പിൻ്റെ ആടം വരെ എത്തൂല കേട്ടോ. ആ സ്റ്റെപ്പ് വരെ ജാസി കയറാങ്ങില്ല. പണ്ടുള്ള ആളെങ്ങനെയാണ് നമ്മൾ കയറിയത്. ഓ, അപ്പോൾ നമ്മൾ മിഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ ആയിട്ടുണ്ടോ, നമ്മൾ തിരിച്ച് പോകണോ, നമുക്ക് എന്താ പറയുക, അത്രയും പണിയായിട്ടോ. അത്രയും മേലേക്കല്ലേ കയറി വന്നത്. അതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നല്ലൊരു പൊമഗ്രാനൈറ്റ് ജ്യൂസൊക്കെ കുടിച്ചിട്ട്, അവിടെ നിന്ന് കുടിച്ചിട്ടില്ലേ ഇവർ, അപ്പോൾ കുടിച്ചിട്ടൊക്കെ പോവാം. ഷാനി എങ്ങനെയുണ്ട്? ഭയങ്കര എക്കോ അടിക്കല്ലേ സംസാരിക്കുമ്പോൾ? ഓക്കെ, ഇതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് നമ്മൾ താഴെ കണ്ടത് കേട്ടോ. പെട്രോളിൻ്റെ ചെറുത്. ഇവർ അതിനേക്കാളും വലുത് ഏറ്റവും മേലെ വന്നിട്ടുണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം, ശനിയാഴ്ച കാണാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ബായ്. പിന്നെ ഇവർക്ക് ഈ ഗൈഡായിട്ട്, ഈ കഴുതൊക്കെ ഗൈഡായിട്ട് വരുന്നത് ഡോഗ്സാണ് കേട്ടോ. ഇത് കണ്ടാ, ഡോഗ്സാണ് ഗൈഡായിട്ട് വരുന്നത്. എല്ലാവരുടെയും കൂടെയും ടീമിൻ്റെ കൂടെയും ഒരു ഡോഗ് ഉണ്ട് കേട്ടോ.
അവരാണ് ഇവരെ നയിക്കുന്നത്. ഓ, അപ്പോൾ ഓക്കെ ബൈ. അവിടെ സീറ്റ് ഉണ്ടോ മേലിരിക്കാനല്ലേ? അത്രയും മേലെയാണ്, കാണുമ്പോൾ മനസ്സിലാവുന്ന കണ്ടോ, അത്രയും സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടാ. അവിടെ കയറാൻ പറ്റും, കയറിയിരിക്കാൻ പറ്റും. അതിന് മേലൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ, അപ്പോൾ ശരി, ഓക്കെ, നാളെ കാണാം. നമ്മളിങ്ങോട്ടേക്ക് കയറിയത് 900 സ്റ്റെപ്പാന്ന് പറഞ്ഞത്. എനിക്കൊന്നും 900-ലധികം ഉണ്ടാവുന്നു. അപ്പോൾ കയറുന്ന സമയത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ തളർന്നു പോയി. സൗണ്ടൊക്കെ പോയി. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഓക്കെ.